ഡിയർ വെൽക്കം ബാക്ക്. കഴിഞ്ഞ വർഷങ്ങളിൽ +1 അലോട്ട്മെന്റിൽ ബോണസ് പോയിന്റ് കിട്ടിയ ഇനങ്ങൾ നമ്മൾ ഡിസ്കസ് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കും. അലോട്ട്മെന്റിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ബോണസ് പോയിന്റ്. അപ്പൊ നോക്കാം മക്കളെ, കഴിഞ്ഞ വർഷങ്ങളിലെ കൃത്യനിർവഹണത്തിനിടയിൽ മരണമടഞ്ഞ ജവാന്മാരുടെ മക്കൾക്ക് അല്ലെങ്കിൽ അവർ നിയമപരമായി ദത്തെടുത്ത മക്കൾക്കും 5 പോയിന്റ് ആണ് ബോണസ് പോയിന്റ്. അതേപോലെ ജവാന്മാരുടെയും എക്സ് സർവീസുകാരുടെയും, അത് ആർമി ആയിക്കോട്ടെ, നേവി ആയിക്കോട്ടെ, എയർഫോഴ്സ് ആയിക്കോട്ടെ, അവരുടെ മക്കൾക്ക് അല്ലെങ്കിൽ നിയമപരമായി ദത്തെടുത്ത കുട്ടികൾക്ക് 3 മാർക്ക്. 75% 75% കുറയാതെ ഹാജരുള്ളവർക്ക് 2 പോയിന്റ്. അതേപോലെ സ്കൗട്ട് ഗൈഡ് ഉണ്ട്, രാഷ്ട്രപതി പുരസ്കാർ അല്ലെങ്കിൽ രാജ്യ പുരസ്കാർ നേടിയവർക്ക് മാത്രമാണ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ SPCയിലുള്ള കുട്ടികൾക്കും 2 മാർക്കാണ് ബോണസ് പോയിന്റ്. ഒരേ മാർക്കുള്ള കുട്ടികൾ വരുന്ന ടൈമിൽ ഈ ബോണസ് പോയിന്റ് ഒരുപാട് നിങ്ങളെ, അതായത് ഒരു സ്കൂളിൽ തന്നെ 10 സീറ്റ് ഒഴിവുണ്ടെങ്കിൽ 10ലും ഫുൾ A+ വരെ വന്നാൽ ബോണസ് പോയിന്റ് വെച്ചാക്കി സെലക്ട് ചെയ്യാം. അടുത്തത് A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ലിറ്റിൽ കൈറ്റ് സംഘത്തിന് 1 പോയിന്റ് ആണ്. ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം. അതേ സ്കൂളിലെ വിദ്യാർത്ഥിയാണെങ്കിൽ, അത് ഒരേ സ്കൂളിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ് നിങ്ങൾക്ക് +1 അഡ്മിഷൻ പഠിച്ച സ്കൂളിൽ തന്നെ +1 കൊടുത്താൽ 2 മാർക്ക്. സെയിം ഗ്രാമപഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ആണെങ്കിൽ 2 മാർക്ക്. അപ്പൊ തീർച്ചയായിട്ടും അത് SSLC സർട്ടിഫിക്കറ്റിൽ വേണം അല്ലെ താമസിക്കുന്ന സ്ഥലം. അതേ താലൂക്കിലാണെങ്കിൽ 1 മാർക്ക്. അല്ലെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഓർമ്മിക്കുക. നിങ്ങൾ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളെ ഗ്രാമപഞ്ചായത്ത് അല്ലെ തെറ്റാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങാം. സെയിം താലൂക്കിലുള്ള സ്കൂളിൽ അപ്ലൈ ചെയ്താൽ 1 മാർക്ക്. ദെൻ ഗവൺമെന്റ് ഓർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇല്ലാത്ത ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് അതേ താലൂക്കിലെ മറ്റ് സ്കൂളുകളിൽ നൽകുന്ന ഗ്രേഡ് പോയിന്റ് 2 ആണ്. കേരള സംസ്ഥാനം, അതായത് SSLC കേരള സിലബസുകാർക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ്. 3 മാർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസ് ആയിട്ട് കിട്ടും. കാരണം CBSE ICSE കുട്ടികളൊക്കെ ഇവിടേക്ക് വരും. അപ്പോ ബോണസ് പോയിന്റിന് ഡീറ്റെയിൽസ് ഇങ്ങനെയായിരിക്കും ഫില്ല് ചെയ്യാൻ വരിക. ബോണസ് പോയിന്റ് കൊടുക്കുക. NCC സ്കൗട്ട് ആണെങ്കിൽ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് ആണ് SPC ആണ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ലിറ്റിൽ കൈറ്റ്സ് കൊടുക്കുക. ലിറ്റിൽ കൈറ്റ്സ് ഒക്കെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവൂ, അല്ലെങ്കിൽ അഡ്മിഷൻ തന്നെ. ഒന്ന് മക്കൾ, ഇത് ഏതെങ്കിലും ഒന്ന് ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നിന്ന് പുറത്താക്കപ്പെടും. ഓർമ്മിക്കുക. അടുത്തത് ജവാന്മാരുടെ മക്കളാണെങ്കിൽ അല്ലെങ്കിൽ ഡിപെൻഡന്റ് ഓഫ് ജവാൻ കിൽഡ് ആണെങ്കിൽ ഇവിടെ ടിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നണ്ണെന്നുള്ളത് കൊടുക്കുക. റെഡി. അടുത്തത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലെ ഏതൊക്കെ ഇനങ്ങളാണ് പെടുന്നത്? സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ലെവലല്ല, സ്റ്റേറ്റ് ലെവൽ ഉണ്ടോ? ഡിസ്ട്രിക്റ്റിൽ സെക്കൻഡ് ഓക്കെയാണ്. ഡിസ്ട്രിക്റ്റിൽ തേർഡ് എത്ര ആയിട്ട് ഉണ്ട്? ഡിസ്ട്രിക്റ്റിൽ പാർട്ടിസിപ്പേഷൻ മാത്രമുണ്ടെങ്കിൽ, അപ്പൊ ജില്ലാ തലത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എണ്ണം കൊടുക്കാൻ പറ്റുന്നതാണ്. അടുത്തത് യൂത്ത് ഫെസ്റ്റിവൽ. അപ്പൊ ഇതൊക്കെ ടൈ ബ്രേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. A ഗ്രേഡ്, B ഗ്രേഡ്, C ഗ്രേഡ് അല്ലേ, ഡിസ്ട്രിക്ട് ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വരെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്തത് നെക്സ്റ്റ് വൺ കോ-കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ ഇതൊക്കെ ടിക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. NTSC ക്വാളിഫൈഡ് ആണോ, NMMSC ക്വാളിഫൈഡ് ആണോ, USSC ക്വാളിഫൈഡ് ആണോ, LSS ക്വാളിഫൈഡ് അല്ലേ, സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം കറക്റ്റ് ആയിട്ട്. റെഡി. സ്റ്റേറ്റ് സയൻസ് ഫെയറിൽ ഗ്രേഡ് A, ഗ്രേഡ് B, ഗ്രേഡ് C, ഗ്രേഡ് D ഈ വരെ ഓക്കെയാണ്. പക്ഷെ അത് സ്റ്റേറ്റ് ലെവലിലാണ്, സംസ്ഥാന തലത്തിലാണ്. സോഷ്യൽ സയൻസ് ഫെയർ ഓക്കെയാണ്, സ്റ്റേറ്റ് മാത്സ് ഫെയർ ഓക്കെയാണ്, IT ഫെയർ ഓക്കെയാണ്. പക്ഷെ ഇതൊക്കെ സ്റ്റേറ്റ് ലെവലില്, സംസ്ഥാന തലത്തിലെയാണ്. അപ്പൊ നമ്മൾ സ്പോർട്സ് ഒക്കെ ജില്ലാ തലത്തിൽ ഓക്കെ ആയിരുന്നു, പക്ഷെ ഇത് സ്റ്റേറ്റ് ലെവലിലാണ്. അപ്പൊ ടൈ ബ്രേക്കിങ്ങിനൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കാനുള്ള ചാൻസ് ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ആൻഡ് മുൻപ് പറഞ്ഞ ഇനങ്ങളായിരുന്നു ബോണസ് പോയിന്റിന് അർഹതയുള്ള ഇനങ്ങൾ. അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സർട്ടിഫിക്കറ്റ് ഉള്ളതൊക്കെ എല്ലാ കറക്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അപ്ലൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. +1 അഡ്മിഷനുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് തന്നുകൊണ്ടേയിരിക്കും. ബൈ.